ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്പ പുഴുങ്ങിയതും മത്തി വാഴയിലയിൽ പൊള്ളിച്ചതുമാണ്. അതിനായിട്ട് ആദ്യം ചീനി അവരവരുടെ ആവശ്യത്തിനെടുത്ത് വൃത്തിയാക്കി. ഇത് ഞങ്ങളുടെ വീട്ടിലെ കപ്പയാണ്. അത് വൃത്തിയാക്കി അടപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് വേവിക്കണം. വെന്ത് കഴിഞ്ഞ് അത് ഊറ്റി വെള്ളം വാലാൻ വെക്കണം. അതിനുശേഷം മത്തി വൃത്തിയാക്കി, ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മത്തിക്ക് വേണ്ടിയിട്ട് അതിൽ അരച്ച് പുരട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം, പുളി, ഉപ്പ്, കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് നല്ലതുപോലെ മത്തിയിൽ പുരട്ടി വെക്കണം. അതങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പുരട്ടി വെച്ചേക്കണം. അത് കഴിഞ്ഞ് ഒരു പാൻ വെച്ചിട്ട് വാഴയില ആദ്യം ആ പാനിൽ വെക്കുക. എന്നിട്ട് മത്തി നിരത്തണം. മത്തി നല്ലപോലെ നിരത്തിയിട്ട് 1/2 ടീസ്പൂൺ എണ്ണ ചുറ്റിച്ചൊഴിക്കണം. അത് കഴിഞ്ഞ് വേറെ ഒരു ഇല വെച്ച് മൂടണം. മൂടി ചെറിയ തീയിൽ വെച്ച് വേവിക്കണം. 2-3 തവണ തിരിച്ചും മറിച്ച് വിട്ട് വേവിക്കണം. എന്നാലേ അത് മുരിഞ്ഞ് വരത്തുള്ളൂ. പതുക്കെ മുരിഞ്ഞ് വരത്തുള്ളൂ. ആദ്യം ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ കാണും. അത് കുഴപ്പമില്ല. ചെറിയ തീ വെച്ച് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അതങ്ങ് വറ്റിക്കോളും. എന്നിട്ട് ഇല കരിയാതെ തിരിച്ചു വിടണം. തിരിച്ചിട്ട് അങ്ങനെ 2-3 തവണ ഉടയാതെ, മീനും ഉടയരുത്, തിരിച്ച് മറിച്ച് വിട്ട് മുരിച്ചെടുക്കുക. നല്ലപോലെ മുരിയേണ്ടവർക്ക് അങ്ങനെ മുരിക്കുക, അല്ലെങ്കിൽ കുറച്ച് മുരിയേണ്ടവർക്ക് ആ രീതിയിലും കഴിക്കാം. എങ്ങനെയാണേലും ഇലയിൽ തന്നെ തിരിച്ചും മറിച്ചും 2 ഇല വേണം. അങ്ങനെ ഇട്ട് ചൂടോടെ ഒന്ന് കഴിച്ച് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എണ്ണയൊന്നും അധികം നമ്മുടെ ഉള്ളിൽ ചെല്ലില്ല. അല്ലാതെ എണ്ണയൊക്കെ ഒഴിച്ച് ഒരുപാട് വറക്കുമ്പം ഒരുപാട് എണ്ണയൊക്കെ വേണ്ടി വരുമല്ലോ. ഇതാകുമ്പം ഒരുപാട് എണ്ണ വേണ്ട. ഒരു 1/2 ടീസ്പൂൺ എണ്ണ ആ ഇലയിലൊന്ന് ചുറ്റിച്ചൊഴിച്ചാൽ മതി. അതൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഒരു ശകലം ഒഴിച്ചാൽ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ആ വാഴയിലയുടെ ഒരു മണവും എല്ലാം കൂടി അടിപൊളി.